ഹലോ, എല്ലാവർക്കും നൈട്രോസെൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2020 ഓഗസ്റ്റ് 7 നടന്ന കരിപ്പൂരിലെ വിമാന അപകടത്തെക്കുറിച്ചാണ്. ദുബായിൽ നിന്നും കരിപ്പൂരിലോട്ട് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് 1344 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സമാനമായ ഒരു അപകടം 2010 മെയ് 22 മംഗലാപുരത്ത് വെച്ചും ഉണ്ടായിരുന്നു. രണ്ടിൻ്റെയും മുഖ്യ കാരണം ടേബിൾ ടോപ്പ് റൺവേ തന്നെയായിരുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മാധ്യമങ്ങളിൽ നിന്നും മറ്റും ലഭിച്ച പ്രാഥമിക റിപ്പോർട്ട് പ്രകാരമുള്ള ഈ ഒരു സംഭവത്തെ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ പുനരാവിഷ്കരിക്കുകയാണ്. Alright, 130, 130, clear for takeoff, 31 center, southwest of Southwest 1436, midway ferry, company's going to land 4 right, runway 31 center, line up wait. Challenger 8, Kilo Delta, safe parking. I'm sorry to get that. 8 Kilo Delta, turn right, 1 able, kind of ground point 65. White Hill, ground point 65. Southwest 1772, right turn to 130, contact departure 118.1. Southwest 1772. Tower Jet 651, heading 360, 170, rated to Herman. 651, midway tower descend to discretion and continue. Runway 4 left is available if you go to center. Okay, we'll take 4 left, that'll help us both. Southwest 1436, start the right turn. In the turn, Southwest 3353, company ahead is a right turn eastbound, maintain visual separation when in, turn right heading 130, runway 31 center, for takeoff. right turn heading 130, clear for takeoff. കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് 1344 എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് നമുക്കൊന്ന് നോക്കാം. കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അന്നേരം ആക്റ്റീവ് ആയിരുന്ന റൺവേ 28 ആയിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് 1344 പൈലറ്റ് റൺവേ 28 പബ്ലിഷ് ചെയ്തിട്ടുള്ള അതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്തു. അവർ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു പോയിന്റാണ് റൺവേ 28. അവിടെ കാലാവസ്ഥ പ്രതികൂല കാരണം അവർക്ക് റൺവേ 28 ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ അവർ വീണ്ടും പറന്നുയരുകയും ഈ റൺവേ 28 എതിർ ദിശയിലുള്ള റൺവേ 10 ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ റൺവേ 10 ഫൈനലായി നിൽക്കുകയാണ്. ഇങ്ങനെ റൺവേ 10 അവർ റൺവേ 28 പകരം ലാൻഡ് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. Tower South is 46 is over Cisco for 4 right. Southwest 486, midway tower, traffic's going to depart, runway 31 center, wind 340 at 6, runway 4 right, Clear to land 4 right, Southwest 486. Southwest 3353, fly heading of 130, contact departure. Southwest 3353, good day. Southwest 1306, runway 31 center, turn right heading 110, for takeoff. Right turn heading 110, 31 center, clear for takeoff, South 1306. Exit 651, make the 180 on the runway, back taxi on my frequency, stand by for more. Okay, 180 on the runway, and what's the schedule on? Delta 1648, midway tower, traffic's going to land, runway 4 right. വിമാനം എങ്ങനെ പറന്നുയരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. വിമാനന്റെ എഞ്ചിന്റെ പ്രവർത്തനം മൂലം വിമാനം മുന്നോട്ട് നീങ്ങുന്നു. അതിന് പ്രതികൂലമായി വീശുന്ന കാറ്റിന്റെ സമ്മർദ്ദം മൂലമാണ് വിമാനം പൊങ്ങുന്നത്. വിങ്ങിന്റെ ഈ ഷേപ്പ് കാരണം എതിർദിശ വീശുന്ന കാറ്റ് വിങ്ങിന്റെ മുകൾ ഭാഗത്തിലൂടെയും താഴ്ഭാഗത്തിലൂടെയും വീശുന്നു. ഈ ഷേപ്പ് കാരണം വിങ്ങിന്റെ താഴെ ഭാഗം കൂടുതൽ പ്രഷർ ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് വിമാനം ഉയരുന്നത്.
വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എതിർദിശയിലെ കാറ്റാണ് വിമാനത്തിനെ ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ വിമാനത്തിനെ റെസിസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നത് എതിർദിശയിലെ കാറ്റാണ്. നമുക്കത് എങ്ങനെയെന്നൊന്ന് നോക്കാം. അന്നേരത്തെ കാലിക്കറ്റിൽ ഉണ്ടായിരുന്ന വെതറാണ് ഇവിടെ തന്നിട്ടുള്ളത്. വിൻഡ് വന്നിരുന്നത് 260 ഡിഗ്രീസിൽ നിന്ന് 12 നോട്ട്സിലായിരുന്നു. അതായത് വിൻഡ് ഏതാണ്ട് ഈ ഭാഗത്ത് നിന്നും ആണ് വീശിയിരുന്നത്. അതുകൊണ്ട് തന്നെ റൺവേ 28 ആയിരുന്നു അവർക്ക് ലാൻഡ് ചെയ്യാൻ ഉചിതം. ഇവിടെ 12 നോട്ട്സ് എന്നത് കൂടുതൽ ആയതിനാൽ അവർക്ക് റൺവേ 10ൽ ലാൻഡ് ചെയ്തപ്പോൾ അത് കൂടുതൽ ടെയിൽ വിൻഡായി ബാധിച്ചു. ഇങ്ങനെ ഈ 12 നോട്ട്സ് ടെയിൽ വിൻഡായി ബാധിച്ചപ്പോഴാണ് വിമാനത്തിന് കൂടുതൽ ഡിസ്റ്റൻസ് ആവശ്യമായി വന്നു. അങ്ങനെയാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത്. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഏക റൺവേ ആണുള്ളത്. ഒരു ദിശ റൺവേ 28 മറുദിശ റൺവേ 10 അന്നേരം റൺവേ 28 ആയിരുന്നു ആക്റ്റീവ്. പൈലറ്റ് റൺവേ 28 ലാൻഡ് ചെയ്യാൻ വന്നു. പക്ഷേ അവർക്ക് വിസിബിലിറ്റി കുറവായതിനാൽ റൺവേ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും പറന്നുയർന്നു. പിന്നീട് അവർ തിരിച്ചു വന്ന് റൺവേ 10 ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനെ റൺവേ 10 ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് കൂടുതൽ ഹെഡ് വിൻഡിനേക്കാളും കൂടുതൽ ടെയിൽ വിൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ലാൻഡ് ചെയ്തപ്പോൾ കൂടുതൽ റൺവേ ഡിസ്റ്റൻസ് ആവശ്യമായി വന്നു. കരിപ്പൂർ ടേബിൾ ടോപ്പ് റൺവേ ആയതിനാൽ അവർക്ക് ഉള്ള റൺവേയിൽ നിർത്താൻ സാധിച്ചില്ല. അങ്ങനെ താഴെ കാണുന്ന ഈ 35 അടി ഉയരത്തിൽ നിന്നും അവർ താഴോട്ട് വീണു. Thank you, sir. You guys have a nice day. Thanks for the help. Switch on 996. The vehicle's clear. Runway 31 center. Cleared for takeoff. Turn right heading 110. Thanks, sir. Have a good one. Midway Tower, good day. Southwest 1010. Visual 31 center. South 1010, Midway Tower. Welcome. Step out. Discretion. Runway 31 center. Cleared to land. No be departure ahead of you. Wind 3207. 31 center. Clear to land. Southwest 1010. Calicut 915. Midway Tower, good day. Runway 31 center. Line up away. Boeing. Traffic 8 mile final. Calicut 915, runway 31 center, turn left heading 250, cleared for takeoff. Switch on 996, tighten up that turn, gotta make sure you comply with the midway setup, please. Right heading 110, departures 18-4, have a good day. Now we're in turn, 18-4, 997. Keep it tight, sir. Calicut 915, left heading 250, departures 133.5, make sure your transponders on, have a good one.